HSST, സെറ്റ്, നെറ്റ്, എക്കണോമിക്സ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലേൺ വിത്ത് രജിത്ത് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSST എക്കണോമിക്സിൻ്റെ കേരള PSC സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ്. പാർട്ട് 1 മൊഡ്യൂൾ 1 മൈക്രോ എക്കണോമിക്സിലെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിമാൻഡ് തിയറിയിലെ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ. നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ ഓർ നെർലോവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Nerlove developed a model which is based on stock adjustment principle is known as Nerlove stock adjustment principles. Nerlove stock adjustment model depends upon the stock adjustment coefficient. It's also known as partial adjustment model. This model comes under dynamic versions of demand function. The concept initially applied in the case of consumer durable, and later the concept was extended by Houttaker and Taylor in the case of non-durable commodities. They used the principles of habit creation. Nerlove ആണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തത്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കോയഫിഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ മോഡലിനെ പാർഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ എന്ന് വിളിക്കാം. ഡൈനാമിക് വെർഷൻസ് ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നതാണ് നെർലോക്കിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ. നെർലോക്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്, അപ്ലൈ ചെയ്തത്. എന്നാൽ പിന്നീട് ഈ മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഹൗത്തേക്കറും ടെയ്ലറും. അവർ നോൺ ഡ്യൂറബിൾ കമ്മോഡിറ്റീസ് ആണ് ഈ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാബിറ്റ് ക്രിയേഷനാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇതിനെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹൗത്തേക്കറും ടെയ്ലറും നോൺ ഡ്യൂറബിൾ കമ്മോഡിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. എന്താണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് നോക്കാം. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് പീരീഡിലെ കൺസംഷൻസ് ആണ്. കറണ്ട് പീരീഡ് കൺസംഷൻസിനെയാണ് നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ മോഡൽ പ്രധാനമായിട്ടും ഡിമാൻഡ് ഫംഗ്ഷനോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനിലും ഉപയോഗിക്കാറുണ്ട്. Stock adjustment means the current period consumption. This model used extensively in demand function as well as in investment functions. Nerlove stock adjustment model applied to the consumer durables can be written in the final form of stock adjustment model. The final form of stock adjustment model is QT is equal to AYT plus BQT minus 1. QT is equal to consumption or current period of consumer durables. YT is equal to current income. QT minus 1 is equal to stock of the commodity or previous periods of consumption. QT minus 1 is the previous period of consumption, that is known as stock of the commodity. നെർലോക്കിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡലിൻ്റെ ഫൈനൽ ഫോം എന്ന് പറയുന്നതാണ് QT ഈസ് ഈക്വൽ ടു AYT പ്ലസ് BQT മൈനസ് 1. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എയും ബിയെയും ആൽഫ 1 ആൻഡ് ആൽഫ 2 എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടർ ആണ്. AB എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ആണ്. ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷനെ കുറിച്ചാണ്. കാരണം ഒരു വ്യക്തിയുടെ കൺസംഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് കൺസംഷനുമായി ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു മോഡലിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ QT സ്റ്റാർ അല്ലെങ്കിൽ Q' T എന്നോ QT സ്റ്റാർ എന്നോ പറയാം.
നെർലോവിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ ബേസ് ചെയ്തിരിക്കുന്നത് ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ വെച്ചുകൊണ്ടാണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Q-T അല്ലെങ്കിൽ QT സ്റ്റാർ എന്നാണ്. ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾ ഗുഡ്സിനെ നമുക്ക് കറണ്ട് ഇൻകമായി ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ കറണ്ട് ഇൻകത്തെയാണ് ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്. സോ Q-T or QT star is equal to C into YT. C into YT. YT means income ആണ്. C into YT means the current level of income. Current level of income is equal to desired level of consumption. The desired level of consumer durable is determined by the current level of income. ഒരു വ്യക്തിയുടെ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാളുടെ കറണ്ട് ലെവൽ ഓഫ് ഇൻകം അനുസരിച്ചായിരിക്കുമെന്നാണ് നെർലോവ് പറയുന്നത്. സോ ദ അക്വിസിഷൻ ഓഫ് ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് ബൈ ദ കൺസ്യൂമേഴ്സ് ഈസ് ഗ്രാജുവൽ. ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് cannot be acquired immediately or single point of time. It acquire a series of period. ഒരു വ്യക്തിയുടെ ഡിസൈഡ് ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് കൺസംഷനാണ്. ആ പ്രീവിയസ് കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു ദിവസം കൊണ്ട് അയാൾ കൺസ്യൂം ചെയ്യുന്നതല്ല. അത് കുറേ വർഷങ്ങൾ അല്ലെ കുറേ പ്രാവശ്യം കൊണ്ട് കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് അതിന് ഈക്വലാണ് അയാളുടെ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകത്തിന് കൺസംഷൻ ഈക്വൽ ആകണമെങ്കിൽ ആ കൺസംഷൻ ഒരു പീരീഡ് കൊണ്ടുണ്ടാവുന്നതല്ല. ഇൻകത്തിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ കൺസംഷനിൽ ചേഞ്ച് ഉണ്ടാകും, പക്ഷേ അതൊരു പീരീഡ് കൊണ്ടായിരിക്കില്ല, ഒരു ഒരു സീരീസ് ഓഫ് പീരീഡ് കൊണ്ടായിരിക്കുമെന്നാണ് ഈ മോഡൽ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് ഇസ് എ ഗ്രാജുവലി ആണ്, നോട്ട് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം അല്ല. ഇറ്റ് അക്വയർ ദ സീരീസ് ഓഫ് ടൈംസ് ഓർ സീരീസ് ഓഫ് പീരീഡ്സ്. ദെൻ QT മൈനസ് QT മൈനസ് 1 ആണ്. സോ ദ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ ഇൻ ദ പ്രീവിയസ് പീരീഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ QT മൈനസ് 1. QT മൈനസ് 1 ഈസ് ദ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ ഇൻ പ്രീവിയസ് പീരീഡ്. മുൻ വർഷങ്ങളിൽ ഒരു വ്യക്തി പർച്ചേസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് QT മൈനസ് 1 എന്ന് പറയുന്നത്. സോ QT മൈനസ് 1 എന്ന് പറയുന്നത് ദ ആക്ച്വൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഫ്രം ദ പ്രീവിയസ് പീരീഡ് ഈസ് ദ ഡിഫറൻസ്. അപ്പം മുൻ വർഷങ്ങളിലുള്ള പർച്ചേസിൻ്റെ ഡിഫറൻസിനെയാണ് QT മൈനസ് 1 എന്ന് പറയുന്നത്. ദ ആക്ച്വൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഫ്രം ദ പ്രീവിയസ് പീരീഡ് ഈസ് ദ ഡിഫറൻസ് ഓഫ് QT മൈനസ് 1. അപ്പോൾ QT മൈനസ് 1 എന്ന് പറയുന്നത് ആക്ച്വൽ ചേഞ്ച് ആണ്. ക്വാണ്ടിറ്റിയിൽ എത്രമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട് അത് ആ ഒരു വ്യക്തിയുടെ പ്രീവിയസ് കൺസംഷനിൽ അയാളുടെ ക്വാണ്ടിറ്റിയിൽ എന്തുമാത്രം ആക്ച്വൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നതാണ് QT മൈനസ് 1. അങ്ങനെയാണെങ്കിൽ Q-T മൈനസ് QT മൈനസ് 1 അല്ലെങ്കിൽ QT സ്റ്റാർ മൈനസ് QT മൈനസ് 1 എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസൈഡ് കൺസംഷൻ ആണ് QT സ്റ്റാർ എന്ന് പറയുന്നത്. ഡിസൈഡ് കൺസംഷൻ കണ്ടെത്തുന്ന അയാളുടെ പ്രീവിയസ് പീരീഡ് കൺസംഷനൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ ഡിസൈഡ് കൺസംഷനെ പ്രീവിയസ് പീരീഡ് ഓഫ് കൺസംഷനുമായിട്ട് മൈനസ് ചെയ്യുമ്പോഴാണ് അയാളുടെ ആക്ച്വൽ ചേഞ്ച് ഓഫ് പർച്ചേസ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആക്ച്വൽ ചേഞ്ച് ഓഫ് പർച്ചേസ് കാണാൻ പറ്റുന്നത് അയാളുടെ പർച്ചേസിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി, എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് കണ്ടെത്തുന്നത് QT സ്റ്റാർ മൈനസ് QT മൈനസ് 1 ആണ്. ഇവിടെ നമ്മൾ K എന്ന ഫ്രാക്ഷനാണ് ഡിസൈഡ് ചേഞ്ച് കാണാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വേഷനിലൊരു വ്യത്യാസം ഉണ്ടാവും. ആക്ച്വൽ ചേഞ്ച് എന്ന് പറയുന്നത് തന്നെയാണ് ഡിസൈഡ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിസൈഡ് എന്നാണ്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ തന്നെയാണ്, യഥാർത്ഥത്തിലുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ ഡിസൈഡ് ചേഞ്ച് കണ്ടെത്തുമ്പം QT മൈനസ് 1 എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ചേഞ്ച് ഓഫ് ആക്ച്വൽ പർച്ചേസ് എന്ന് പറയുന്നത് QT സ്റ്റാർ മൈനസ് QT മൈനസ് 1 ആണ്. അവിടെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റോക്കിൽ എന്തുമാത്രം അഡ്ജസ്റ്റ്മെന്റ് വന്നു അതിൻ്റെ കോഎഫിഷ്യന്റ് ആണ് K എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിലൂടെ നമ്മൾ കാണുന്നത് K
ഇൻറ്റു ക്യു ടി സ്റ്റാർ മൈനസ് ക്യു ടി മൈനസ് 1 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എക്സ്പ്രഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. ഈ ഇക്വേഷൻസിലെ അല്ലെ ഈ മോഡൽസിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഇതൊക്കെയാണ്. ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷനിൽ ക്യു ടി സ്റ്റാർ, ദെൻ ഫാക്ടർ കെ, ദെൻ വൈ ടി കറണ്ട് ഇൻകം, ദെൻ ക്യു ഇൻറ്റു ടി മൈനസ് 1. ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ ആണ് ക്യു ടി സ്റ്റാർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരാളുടെ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ കണ്ടെത്തുന്നത് അയാളുടെ ലെവൽ ഓഫ് ഇൻകം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരാളുടെ ലെവൽ ഓഫ് ഇൻകം വെച്ചുകൊണ്ടാണ്. അയാളുടെ ലെവൽ ഓഫ് ഇൻകത്തിൽ എത്രമാത്രം ചേഞ്ചസ് വരുന്നു അതനുസരിച്ച് അയാളുടെ കൺസംഷനിൽ ചേഞ്ചസ് വരും. പക്ഷേ ഇൻകത്തിൽ ചേഞ്ചസ് വരുമ്പോൾ കൺസംഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു പീരീഡ് അല്ല, പെട്ടെന്നൊരു പീരീഡിലല്ല ചേഞ്ചസ് ഉണ്ടാകുന്നത്, സീരീസ് ഓഫ് പീരീഡ്സ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അയാളുടെ സീരീസ് ഓഫ് പീരീഡ്സ് വെച്ചുകൊണ്ടാണ് കൺസംഷൻ കണ്ടെത്തുക. ആ കൺസംഷനെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുക. ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷനെ സ്റ്റോക്ക് എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഈ മോഡലിനെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഉപയോഗിച്ച മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഫാക്ടർ കെ എന്ന് പറയുന്നത്. ഫാക്ടർ കെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രപ്പോർഷൻ ഓഫ് എ കൺസ്യൂമർ ടു മോർ ആൻഡ് മോർ അക്വയർ കമ്മോഡിറ്റി ഇൻ എ ഡിഫറെൻറ്റ് പീരീഡ്. അപ്പം ഒരാളുടെ കൺസംഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അയാളുടെ ഇൻകം അനുസരിച്ച് ഒരു പീരീഡിലല്ല, ഓരോ പീരീഡുമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഓരോ പീരീഡിലും അയാൾ കൂടുതൽ അക്വയർ ചെയ്യുകയാണ്. കാരണം അയാളുടെ ഇൻകത്തിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അയാൾ പർച്ചേസ് ചെയ്യുന്ന കമ്മോഡിറ്റിയിലും ചേഞ്ചസ് ഉണ്ടാകും, പ്രപ്പോർഷനിലും ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ പ്രപ്പോർഷൻ ഓഫ് എ കൺസ്യൂമർ മോർ ആൻഡ് മോർ അക്വയർ കമ്മോഡിറ്റി ഇൻ ഡിഫറെൻറ്റ് പീരീഡ്. ഓരോ പീരീഡിലും ഒരു കൺസ്യൂമർ വാങ്ങിയിട്ടുള്ള കൂടുതൽ കമ്മോഡിറ്റിയുടെ പ്രപ്പോർഷനെയാണ് കെ എന്ന ഫാക്ടർ കാണിക്കുന്നത്. ഇപ്പോൾ ഓരോ കൺസ്യൂമറിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കെ എന്ന ഫാക്ടർ നമ്മൾ അവിടെ ഉപയോഗിച്ചത്. പിന്നെ ഒരാളുടെ കറണ്ട് ഇൻകം YT എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്ക് ഓഫ് ദ കമ്മോഡിറ്റി. സ്റ്റോക്ക് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡ് ഓഫ് കൺസംഷനാണ്. അപ്പോൾ ഒരാളുടെ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ അറിയണമെങ്കിൽ അയാളുടെ ലെവൽ ഓഫ് ഇൻകം, അതോടൊപ്പം തന്നെ അയാളുടെ ഫാക്ടർ ഇൻകം, അയാളുടെ കറണ്ട് ഇൻകം, ദെൻ അയാളുടെ പ്രീവിയസ് പീരീഡ് ഓഫ് കൺസംഷൻ. നെർലോവിൻ്റെ തിയറിയിൽ ഡ്യൂറബിൾ കമ്മോഡിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ചെയ്തിരിക്കുന്ന ഡ്യൂറബിൾ കമ്മോഡിറ്റിയാണ്. എന്നാൽ ആ ഒരു തിയറിയെ, ആ ഒരു കോൺസെപ്റ്റിനെ, നെർലോവിൻ്റെ കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തത്, എക്സ്റ്റെൻഡ് ചെയ്തത് ഹൗത്താക്കറും ടൈലറുമാണ്. ഹൗത്താക്കർ പറയുന്നതും ടൈലറും അവിടെ നോൺ ഡ്യൂറബിൾ കമ്മോഡിറ്റിയാണ് ഉപയോഗിച്ചത്. ഹാബിറ്റ്സ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. ഇവിടെ പ്രധാനമായും ഓർത്ത് വയ്ക്കേണ്ട കാര്യം സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ എന്നത് നെർലോവ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ എന്നത് ഡൈനാമിക് വെർഷൻസ് ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഒരു ഡൈനാമിക് വെർഷനാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ എന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്. അതുകൊണ്ടാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്. നോൺ ഡ്യൂറബിൾ കമ്മോഡിറ്റീസ് ആണെങ്കിൽ അവിടെ ഹാബിറ്റ് എന്ന വാക്കായിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് നോൺ ഡ്യൂറബിൾ കമ്മോഡിറ്റിയെക്കുറിച്ച് സ്റ്റഡി നടത്തിയത് ഹൗറ്റേക്കറും ടൈലറുമാണ്. അവിടെ അവർ ഉപയോഗിച്ചത് ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പിൾസ് ആണ്. എന്താണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് പീരീഡ് ഓഫ് കൺസംഷനാണ്. അപ്പം ഒരാളുടെ കറണ്ട് പീരീഡ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ പ്രീവിയസ് പീരീഡ് ഓഫ് കൺസംഷനുമായിട്ട് ഈക്വൽ ആണ് എന്നാണ് ഈ ഒരു മോഡൽ പറയുന്നത്. ഒരാളുടെ കറണ്ട് പീരീഡ് ഓഫ് കൺസംഷൻ, അയാളുടെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അയാളുടെ പ്രീവിയസ് പീരീഡ് ഓഫ് കൺസംഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് അയാളുടെ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷനും കറണ്ട് ലെവൽ ഓഫ് ഇൻകവും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്നാണ് ഈ ഒരു മോഡലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അയാളുടെ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ, അയാളുടെ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ എന്താണ്, അതും അയാളുടെ കറണ്ട് ലെവൽ ഓഫ് ഇൻകവും തമ്മിൽ റിലേഷൻസ് ഉണ്ട് എന്നാണ് പറയുക. ബിക്കോസ് ഡിസൈഡ് ലെവൽ ഓഫ് കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറ്റർമൈൻഡ് ബൈ ദ ലെവൽ ഓഫ് കറണ്ട് ലെവൽ ഓഫ് ഇൻകം എന്നാണ് ഈ മോഡലിലൂടെ പറയുന്നത്. ബേസിക് ഫോം ഓർത്ത് വയ്ക്കുക. QT = A × YT + B × QT - 1. മോഡൽ ബേസ് ചെയ്തിരിക്കുന്ന ഡിസൈഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ ആണ്. അത് ഓർത്ത് വയ്ക്കുക. QT സ്റ്റാർ ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ കറണ്ട് ഇൻകത്തിന് ഈക്വൽ ആണെന്നാണ് പറയുക. ഡിസൈഡ് ലെവൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ എന്താണ്, സ്റ്റോക്കാണ്, സ്റ്റോക്ക് കൺസംഷനാണ്, അയാളുടെ പ്രീവിയസ് പീരീഡ് ഓഫ് കൺസംഷനാണ്. ആ പ്രീവിയസ് പീരീഡ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്
അയാളുടെ ഇൻകത്തിന് ഈക്വൽ ആണ് എന്നാണ് ഈ മോഡൽ